അവിടെ ഒച്ച വെക്കലെന്ന് പറയടാ. എന്റെ നല്ല കേട്ടേ അത് മതി. വേറെ കണ്ട് വെച്ച് വെക്കുന്നുണ്ടല്ലോ. അത് ജാണിയാ. ഇനി മേലാ നീ എന്നോട് മിണ്ടിപ്പോകരുത് കേട്ടാ. പറഞ്ഞ നിനക്ക് മനസ്സിലായോ? മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത് കേട്ടാ. ഹലോ, എന്തുവാടി നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഹലോ റാണി, നീ വെറുതെ ആളെ കളിയാക്കല്ലേ. ഞാൻ നിന്നോടായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഹലോ, മിണ്ടരുതെന്ന് പറഞ്ഞു. നിന്റെ പരിപാടി ഉണ്ടല്ലോ, നിന്റെ കോപ്പിലെ പരിപാടിയാണ്. നീ ഫോൺ വെച്ചിട്ട് പോളില്ലേ? നിന്റെ ആളെ കളിയാക്കുന്ന നിന്റെ പരിപാടി ഉണ്ടല്ലോ. നിനക്ക് ആള് മാറിപ്പോയി വേണ്ട. നീ വേറെ ആളോ? ഹലോ ഹലോ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാവേ. ഹലോ 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 ഹലോ, എടി സംസാരിച്ചോണ്ടിരിക്കും നീ ഫോൺ കേട്ടാക്കോടി. നീയല്ലേ കട്ട് ചെയ്യാൻ പറഞ്ഞേ. നീ ഉണ്ടല്ല നീ. ഓക്കെ, ഇനി മുതൽ കേട്ടാ, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം. മനസ്സിലായോ? നീ ഫോൺ വെച്ചോ, എല്ലാം നിർത്താം. ബൈ. ഇനി മേലാ നീ എന്നെ വിളിച്ചേക്കരുത്. ഈ നിമിഷം മുതൽ റാണി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബൈ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്നാ കഴിഞ്ഞു. എന്തേ? വിജീഷ് നീ കണ്ടത് മാത്രമല്ല റാണി, നിനക്ക് എന്നെ ശരിക്കും അറിയില്ലടാ. എടി പോടീന്നാ എന്റെ മോളെ. പോ. നീ കണ്ടത് മനസ്സിലാക്കി ഒന്നുമല്ല ഞാൻ. മനസ്സിലായ നിനക്ക്? നീ വെച്ചിട്ട് പോടി അവിടുന്ന്. ഗുഡ് ബൈ. അപ്പൊ അതിനെയും തേച്ചല്ലേ? ആ, തേച്ച്. ആണുങ്ങളാവുമ്പോ അങ്ങനെ ചിലപ്പോ തേക്കും ചിലപ്പോ തേപ്പോ. ഇത് ഞാൻ പണ്ട് കൊറേ പറഞ്ഞു കിടന്നതാ, പിന്നെ പറഞ്ഞ കിട്ടി. പ്രിയ രാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജജാക വിട്ട് ഞാൻ ഭയമറ്റ് പറന്നു പോയിടാം സ്വയം ഉദ്യോഗാശ്രയം വിന. അണ്ണോ, എടാ പിള്ളേരെ, പെൺപിള്ളേരുടെ ബ്രാക്ക് മേടിച്ച് കെട്ടരുത്. ഓ, അത് ഞാൻ തിരിച്ചും ബ്രാക്കിക്കോളാം. ഈ പെണ്ണുങ്ങള് എല്ലാം പൊറുക്കും, എന്നാ ഒന്നും മറക്കുകയില്ല. നമ്മൾ ആണുങ്ങള് ഒന്നും പൊറുക്കുകയില്ല, പക്ഷേ ഈ നാളുകളെല്ലാം മറക്കും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. നിങ്ങളുടെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോ മുഴുവൻ വലിച്ചു തീർത്തോ? ഓ, ഇതുവരെ കമ്മ്യൂണിസ്റ്റ് വെച്ചാ നമ്മൾ എത്ര കള്ളാണ് ഫസ്റ്റ്. അത് വിടാൻ എണ്ണം കാര്യം പറ. എടാ, കാര്യം എന്ന് പറയാ, കാര്യം തെറ്റല്ലേ? നിങ്ങൾ പോയി കിടന്നോ? അയ്യോ, മക്കൾ കിടക്കല്ലേ, നിങ്ങൾ പോയി കുളിച്ചോ. നമുക്ക് 4 മണിക്ക് ഇറങ്ങണം. കാവ്യമാധവ് 4:30 കല്യാണക്കാലം എത്തും. അണ്ണ, നാളെ അപ്പന്റെ കല്യാണാണല്ലേ? അയ്യോ എടാ, ഇത് പറഞ്ഞ ലീഗൽ ഫോർമാലിറ്റീസ്. ഇത് കഴിച്ച് നമ്മൾ നാട്ടുകാരെ മുഴുവൻ പിടിച്ച് ഗംഭീരമായിട്ട് നടത്തുകയല്ലേ. വിജി വെറ്റ്സ് കാവ്യ. വിജി അല്ല, അജി. അജി വെറ്റ്സ് കാവ്യ. ഓ, ഞാൻ തന്നെ പേര് വിട്ടു. പൊക്കോ പൊക്കോടാ. അപ്പൊ അണ്ണൻ വരുന്നില്ലേ? ഇല്ല, പൊക്കോ. എനിക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്. 4 മണിക്ക് ആണല്ലേ? പെട്ടെന്ന് ഞാൻ കൊറേ പ്രാർത്ഥിച്ചതാ. രാമൻ. ഓ, കടന്നില്ലേ? ഇല്ലടാ രാമ. എടാ, എന്റെ വീട്ടിലോട്ടൊരു മകളോടെ വരാൻ പോവല്ലേ, അതിന്റെ സന്തോഷം. നീ വെച്ചിട്ട് പോയി കിടന്നോ. ശ്രീരാമ, ഇന്ന് ഞാൻ ഉയരും ഭുജശാഖ വിട്ട് ഞാൻ. കുളിച്ചാലോ? കുളിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരെക്കൊല്ലാണ് മാരി പാഞ്ഞു പോകണം? ഇപ്പൊ തന്നെ അടിച്ചാൽ. അയ്യോ, ചാണി. എടുക്കുന്നില്ലല്ലോ. കിട്ടുന്നില്ല? ഫോൺ വെച്ചിട്ട് എടുക്കുന്നില്ല. നീ വാട്സാപ്പിൽ വിളിച്ചു. ഓൺലൈനിലില്ല. വെയിറ്റ് ചെയ്യാം. നമ്പറാണല്ലോ. അവളായിരിക്കും വേറെ നമ്പർ. എടുക്ക്. ഹലോ, എന്റെ പെങ്ങളെന്തിയടാ? ഹലോ ഹലോ, എന്റെ പെങ്ങളെന്തിയെന്ന്? അജി, അവളിറങ്ങി ഉറപ്പാ. വണ്ടി എടുത്തോ.
ഹലോ ഹലോ എടാ ഞാനവളുടെ ബ്രദറാടാ. എടാ ഹലോ എടാ കേക്കുന്നില്ലേ? ഹലോ അവൾക്ക് ബ്രദറില്ല, അവൾ ഒറ്റ മോളാ. ഹലോ അപ്പൊ ഇതാരാ? ഹലോ 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 എന്റെ പെങ്ങളെന്തിയടാ? എടാ എന്റെ റാണി മോൾ എന്ത് ചെയ്യുന്നു? എടാ ഈ ചുമൻ നമ്പർ എടുക്കല്ലേ, എന്റെ റാണി എന്തേ? എടാ അവൾ ഇന്നലെ ഒരു വിളിച്ചേക്കണ മെസ്സേജ് അയച്ചേക്കണ നിന്റെ ഈ നമ്പറിലേക്കാ. നീ ചുമ കളിക്കല്ലേ? നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിപ്പോ അല്ല എന്തിനാ? എടാ വിജയിച്ച എനിക്ക് നിന്നെ അറിയാം, നീ എന്താണ് സാധനം എന്ന് അറിയാം. എനിക്ക് എന്റെ പെങ്ങളെവിടെയെന്ന് അറിയണം. എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലേ? നിനക്ക് എന്റെ പെങ്ങളറിയില്ലേന്ന്? എടാ ബിജീഷേ നിനക്ക് എന്റെ പെങ്ങളെ അറിയില്ലേ? അതാണ് നീ പറഞ്ഞത്. അറിയാം വാതോർത്ത് പറയടാ. അറിയാം നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നില്ലേ? എല്ലാം അറിഞ്ഞിട്ടാ വിളിക്കുന്നത്. നിങ്ങൾ പ്രേമത്തിലായിരുന്നില്ലേ എന്ന്. എന്നാ അവൾ ഇന്നലെ രാത്രി അയച്ച മെസ്സേജ് എല്ലാം നിനക്കല്ലേ? എടാ, നീ കേട്ടില്ലേ? ഇന്നലെ രാത്രി അയച്ച മെസ്സേജ് എല്ലാം നിനക്കല്ലേ എന്ന്. ആ എന്നാ നിനക്കറിയാലോ അവിടെ നിന്ന്. എടാ ഒരു വീട് മുഴുവൻ അവക്കൊണ്ട് കിടന്ന് കരയുമ്പോ നീ അങ്ങനെ സൂയിക്കട്ടാ. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞങ്ങള് വെക്കും. എന്റെ റെനി എനിക്ക് അറിയത്തില്ലെന്ന്. എടാ ബിജീഷേ നിനക്ക് ഞങ്ങളെ അറിയാൻ പാടില്ല. എടാ നീ പറഞ്ഞു. ഹലോ എന്നാടാ ഹലോ എന്നാ പറയുന്നേ? എന്റെ എന്താടാ നീ എന്തിനെല്ലാം സമ്മതിക്കാൻ പോയേ? അല്ല അവനെ ഇതേതാണ് പെണ്ണ്? പോളക്കാടങ്ങോലുള്ളതാ, ചെറിയ പ്രേമ. എടാ ജി കുഴപ്പമാടാ. ഇതിപ്പോ ആരും അറിയണ്ട, അണ്ണം പോലും. നീ കേറും. അയ്യോ അപ്പൊ കാവ്യം അതിപ്പോ എന്തായാലും ഒരു വഴിയായല്ലോ. ആദ്യം കാണാതെ പോയവള്, പിന്നെ അവള്. നീ ഓവറായിട്ട് ടെൻഷൻ അടിക്കണ്ട, ചേട്ടനുണ്ട് കൂടെ. ഒക്കെ ശരിയാക്കി തരാം. അജി കുറിച്ച് മെസ്സേജിൽ എന്തൊക്കെയോ പറഞ്ഞേക്കണ. നോക്കിക്കൊണ്ടിരുന്നു, ഈ അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിജുകൂടെ നിനക്ക് ഇതിൽ വല്ല റോളുണ്ടോ? എന്നെ ചോദ്യം അജി അത്. എടാ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒറ്റയ്ക്കാക്കല്ലേ ജി? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒറ്റയ്ക്കാക്കല്ലേ? അതല്ലടാ, ചില സമയത്ത് നിന്റെ ഈ ഇരിപ്പിനോടൊക്കെ കാണുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ഇരിക്കണം? ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് പറ. ഇങ്ങനെ ഇരുന്നാ മതിയാ? എടാ അവൾ ചത്തുകളയുന്നല്ലേ ലാസ്റ്റ് അയച്ച മെസ്സേജിന്റെ അർത്ഥം? ആ അല്ല ഇന്നലെ നീ വഴക്കുണ്ടായത് കുട്ടിയായിട്ടാണോ? പിന്നെ എങ്ങനെ ഞങ്ങൾ ചാവുന്നൊക്കെ പറയാതിരിക്കാം. ഇതുകൊണ്ട് ജോസഫേട്ടൻ്റെ മോള് മറ്റേ ഇടവഴിയില്ല. അതല്ല, അത് വേറെ. ഈ പെണ്ണ് കേസായതുകൊണ്ടാണ് അടിയില്ലേ തന്നെ. ടെൻഷൻ ആക്കല്ലേ ജി നീ? കാവ്യാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, തലയാണെങ്കിൽ പെരുത്തും. ഇതാ നേരത്തെ വിളിച്ച നമ്പറാണ് ചേട്ടൻ്റെ. നീ ഫോൺ എടുക്കണം, ചേട്ടനുണ്ട് ഇവിടെ. കൊള്ളല്ലേ ബെസ്റ്റ്. ഹലോ എടാ ഞാൻ റെനിയുടെ ഫ്രണ്ട് ടോണിയാ. എടാ ഞങ്ങളുടെ പെങ്ങൾ എവിടെയാടാ? ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്ന്? ഹലോ ഹലോ എടാ നിന്നോടാ ചോദിക്കുന്നേ. പട്ടി നീ എന്താ മിണ്ടാത്തെ? എടാ പറയടാ തെണ്ടി. ഹലോ ഹലോ എടാ പറയടാ. സഹോദര, ഇത് വിജയുടെ ചേട്ടാച്ചിയാണോ? നീ തേങ്ങയല്ല, ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ കിട്ടണം, അല്ലെങ്കിൽ നിനക്കും കിട്ടുപടി. എന്റെ പൊന്നു സഹോദരൻ തെറി വിളിക്കില്ലേ. അറിയായിരുന്നു. ഞങ്ങൾക്കോ ഇവനോ അറിയില്ല നിങ്ങളുടെ സഹോദരി റാണി എവിടെ പോയെന്ന്. റാണി എവിടെ പോയെന്ന് അറിയിക്കാടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലേ? വരുവാടാ, നിന്റെ വീട്ടിലോട്ട് വരുവാടാ. എടാ അവര് വീട്ടിലേക്ക് വരാൻ പോണു. അവര് വീട്ടിലേക്ക് വരാൻ പോവാണെന്ന്. ഒരു കാര്യം അവരെങ്ങാനും ഇവിടെ വന്ന് കയറിയ നാറും. രണ്ട് റാണിയുടെ കൈ പറഞ്ഞത് കിട്ടി. പറയടാ. എടാ അവളെ ഇന്ന് രാവിലെ പോലും കാണാനില്ല. അവളുടെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല. ആരേ റാണി? ആദ്യം ഒരു പ്രേമ സെറ്റപ്പ്. അവരിവിടെ വന്ന് കയറിയ നാറും. പെണ്ണ് ടെൻഷൻ ആക്കല്ലേ? നീ ഒന്ന് വിളിച്ചു നോക്കിയാ. എടാ ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മെസ്സേജ് വരുന്നുണ്ട്, അത് മാത്രമേ സ്വിച്ച് ഓഫ്. അണ്ണം വിളിക്കുന്ന അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അവിടെ വെയിറ്റ് ചെയ്യണേ. അവളതിന് വീട്ടിൽ അല്ല ബീഫ് അങ്ങോട്ട കാര്യം. എന്താ ചെയ്യണ്ടേ? എടാ അവർ ഈ നാട്ടിലോട്ട് വരാതിരുന്നാ പോരെ, നമുക്കത് ഡീൽ ചെയ്യാം. അയ്യോ അൻസാർക്ക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ റാണിയുടെ ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ INDPA വലിയ പാർട്ടിക്കാരാ. പിന്നെ ഇവളുടെ അച്ഛൻ ഏരിയ കമ്മിറ്റിയിൽ എന്തോ ആയിരുന്നു. പിന്നെ ഒരു അമ്മാവനെ കണ്ടുണ്ട്, അങ്ങേര് ഇപ്പൊ പാർട്ടിയിൽ എന്തോ വലിയ എന്റെ പൊന്നെ നീ ഇങ്ങനെ പേടിക്കാതെ. അവര് പാർട്ടിക്കാരാണെങ്കിൽ നമ്മളും വേറൊരാളെടുക്കും.